ചിത്രവിവാദത്തിൽ വിശദീകരണവുമായി രാജ്ഭവൻ. കോൺഫറൻസ് ഹാളിൽ ഭാരതമാതാവിന്റെ ചിത്രം വെക്കണോ വേണ്ടോ എന്നത് തീരുമാനിക്കേണ്ടത് ഗവർണറാണ്. ഒരു മന്ത്രി ആവശ്യപ്പെട്ടാൽ അത് മാറ്റേണ്ട കാര്യമില്ലെന്ന് രാജ്ഭവൻ വിശദീകരിക്കുന്നുണ്ട്. പ്രശാന്ത് കൃഷ്ണ ചേരുന്നുണ്ട്. പ്രശാന്ത്, അതായത് കടുത്ത ഭാഷയിലുള്ള ഒരു മറുപടിയാണ് ഈ വിഷയത്തിൽ. വിവാദത്തിന് പിന്നാലെ സംസ്ഥാന മന്ത്രി പി പ്രസാദ് അടക്കം വിട്ടുനിൽക്കുന്നതിന് തൊട്ട് പിന്നാലെ വരുന്നതല്ലേ? തീർച്ചയായും രാജ്ഭവനിലെ കോൺഫറൻസ് ഹാളിൽ നിന്ന് ഭാരതമാതാവിന്റെ ചിത്രം നീക്കില്ല എന്ന് തന്നെയാണ് ഇതിലൂടെ രാജ്ഭവൻ വ്യക്തമാക്കുന്നത്. അതായത് പുതിയ ഗവർണറായി രാജേന്ദ്ര അർലേക്കർ ചുമതലയേറ്റ ശേഷമാണ് കോൺഫറൻസ് ഹാളിൽ ഈ ഭാരതമാതാവിന്റെ ചിത്രം വച്ചത്. ഈ അടുത്തിടെ നടന്ന പരിപാടികളിലെല്ലാം തന്നെ ഭാരതമാതാവിന്റെ ചിത്രം ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് സംസ്ഥാന സർക്കാരിന്റെ പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട പരിപാടി ഇവിടെ നടക്കാനിരിക്കുകയാണ്. ഇന്നലെ അവിടെ പരിശോധനയ്ക്ക് എത്തിയ അല്ലെങ്കിൽ അതിന്റെ ഭാഗമായുള്ള ഒരുക്കങ്ങൾക്ക് എത്തിയ കൃഷി വകുപ്പിലെ ഉദ്യോഗസ്ഥർ ഇത് ശ്രദ്ധയിൽപ്പെടുകയും ആ ചിത്രം മാറ്റണമെന്നും ആവശ്യപ്പെട്ടത്. ഈ RSS പരിപാടികളിൽ ഭാരതമാതാവിന്റെ ചിത്രം ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഉള്ള ആ ഒരു കാഴ്ചപ്പാടോട് കൂടിയാണ് ചിത്രം മാറ്റണമെന്ന് ആവശ്യപ്പെട്ടത്. ഏതായാലും രാജ്ഭവൻ വിശദീകരിക്കുന്നത് ചിത്രം മാറ്റില്ല എന്ന് തന്നെയാണ്. മാത്രമല്ല, രാജ്ഭവന്റെ പ്രോട്ടോകോൾ നിശ്ചയിക്കുന്നത് രാജ്ഭവനാണ്. ഏതെങ്കിലും ഒരു മന്ത്രി ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ രാജ്ഭവന്റെ പ്രോട്ടോകോൾ അല്ലെങ്കിൽ രാജ്ഭവന്റെ രീതികൾ മാറ്റേണ്ട കാര്യമില്ല എന്ന കൃത്യമായ വിശദീകരണമാണ്. അതായത് ഇതിൽ ഗവർണർ ഉറച്ച നിലപാടിൽ തന്നെയാണ് എന്നതാണ് ഇതിലൂടെ വ്യക്തമാക്കുന്നത്. ശരി, പ്രശാന്ത് കൃഷ്ണയാണ് വിവരം നൽകിയത്.